സ്വന്തം വീട്ടിലെ അടുക്കള ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്വപ്നവുമായി നാട്ടുകാരുടെ അടുക്കളയിലെത്തി. നേരത്തെ മഞ്ഞൾ ശോഭ ഗ്യാസ് കുറ്റിയെക്കുറിച്ച് വിലപിക്കുന്ന അതേപോലെ കേരളത്തിലെ കോൺഗ്രസിലെ പുരുഷ മഞ്ഞൾ ശോഭൻ അടുക്കളകൾ നിരങ്ങിത്തുടങ്ങി. നാട്ടിലെ സ്ത്രീകളെയെല്ലാം ഒന്ന് കുപ്പിയിലിറക്കിയാലേ എൻ്റെ സ്വപ്നം പൂവണിയുള്ളൂ. അങ്ങനെയാണ് ഒരു കാഴ്ച നോക്കിയേ. ജീവിതത്തിൽ ആദ്യമായിട്ട് അടുക്കള കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടല്ല, ഇദ്ദേഹം നിരന്തരം ഒരു അടുക്കള കാണുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ മീൻ വെട്ടാൻ വേണ്ടിയാണ്. അവിടുത്തെ മീൻ കട്ടിയേക്കം, പച്ചക്കറി അരിയൽ, ഇതെല്ലാം കെ.സി. വേണുഗോപാലിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് കാണുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടതും സോണിയാഗാന്ധിയുടെ അടുക്കള മുഖേനയാണ്. അതിന്റെ ഉദ്ദേശം തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ അടുക്കള പണി ചെയ്യാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ ഒന്നും അദ്ദേഹത്തിന് ഈ ഡൽഹിയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായില്ല. അവിടെയെല്ലാം വില കുറവാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു അടുക്കള കണ്ടു. PR ടീമുകാരെ എല്ലാം നേരത്തെ വിളിച്ച് പല സൈഡിൽ നിർത്തി ക്യാമറയെ ഓൺ ചെയ്ത് വെച്ച് കോൺഗ്രസ്സുകാരിയായ ഒരു വീട്ടമ്മയെ സെറ്റിട്ട് നിർത്തിയതിന് ശേഷം അവിടെ ചെന്ന് കാണിക്കുന്ന PR ഉടായിപ്പം നോക്കി യജ്ജാതി തുലിക്കെട്ടിയാണ്. ഒരു സൈഡിൽ കൂടെ തലമുടിയില്ലാത്തൊരു നേതാവ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നാട് നീളെ പട്ടി ഷോ അരങ്ങേറുമ്പോൾ മറു സൈഡിൽ അടുക്കളകൾ നിരങ്ങിക്കൊണ്ട് മറ്റൊരു മുഖ്യമന്ത്രി യാത്ര കടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണും. കഞ്ഞിക്കുഴികളുടെ എന്തൊക്കെ PR പണി കാണണം. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ എന്തെങ്കിലും മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു. ഇവരെല്ലാം കൂടി ഇതുപോലെ നാട്ടുകാരെ സ്നേഹിച്ചാണ് ഏറ്റവും ഒടുവിൽ രാജ്യത്ത് എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയെല്ലാം കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ VD സതീശന്റെ തല പോലെയാണ്. മൊത്തം വെളുത്ത് കഴിഞ്ഞു. രാജ്യത്താകമാനം ഇനിയിപ്പോ അവിടെ മിന്നാമിന്നി പോലെയുണ്ട്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നവർ കേവലം 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങുമ്പോഴും 3 സംസ്ഥാനങ്ങളിൽ മാത്രമായവർ ഒരു സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങിയത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതേ തൊലിക്കട്ടികൾ ഇന്നിപ്പോ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഇനി ആരെ വേണോ അച്ഛാ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു 10 തവണ അച്ഛാ 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 എന്ന് വിളിച്ചോളും. അല്ലെങ്കിൽ ശ്രീനിവാസനും മോഹൻലാലും തമ്മിൽ അഭിനയിച്ച ഒരു സിനിമയുടെ രംഗം പോലെയാണ്. മോഹൻലാൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ശ്രീനിവാസൻ ചെന്ന് എന്നെയും കൂടി കൊണ്ടുപോകൂ എന്ന നിലയിൽ കാൽച്ചുവട്ടിലിരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഞങ്ങളെ എത്തി അധികാരത്തിൽ കയറ്റൂ പ്ലീസ് എന്നുള്ള നിലയ്ക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് തന്നെയാണ് ഇവർ പുറത്തെടുക്കാൻ പോകുന്നത്.